നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇന്റർവ്യൂവിൽ നമ്മൾ കാണുകയുണ്ടായി. സമ്പത്തിലേക്കുള്ള 5 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 5 സ്റ്റെയർ കേസസ്. ഈ ഒരു 5 സ്റ്റെയർ കേസസ് മനസ്സിലാവുന്നത് ആധുനിക യുഗത്തിലാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ ഒരു 5 സ്റ്റെയർ കേസസും ആധുനിക യുഗത്തിന് മനസ്സിലാവുന്നത് പോലെ തന്നെ ഈ ഒരു പുരാണ കാലങ്ങളിലുള്ള അല്ലെങ്കിൽ പുരാണ കാലങ്ങളിലുള്ളതുമായി ഒന്ന് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഓൾഡ് ജനറേഷൻ എന്ന് വിളിക്കപ്പെടുന്നവർക്കും കുറച്ചും കൂടെ സിമ്പിളായിട്ട് മനസ്സിലാവില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഇവയെക്കുറിച്ച് സംസാരിക്കാനായി ഇന്ന് നമ്മളുടെ കൂടെ ആ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ വെറുതെ പറയാറുണ്ട്, പക്ഷെ ഇതിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇന്ന് വെളിച്ചം വീശിക്കൊണ്ട് ഒരു വരുമാന മാർഗം എന്നതിലുപരി അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ജസ്പെയ്ഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും അതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷണറുമായിട്ടുള്ള ദ ഗ്രേറ്റ് ഡോക്ടർ നിഷാദ് അബൂബക്കർ സാറാണ്. സോ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിഷാദ് സർ ഫോർ ദ പ്രോഗ്രാം. നമസ്കാരം. യെസ്, നമസ്കാരം സാർ. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ 5 സ്റ്റെയർ കേസിനെ കുറിച്ച് സാറ് പറഞ്ഞിരുന്നു. നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ചന്ദ്രഗുപ്ത മൗര്യനെ രാജാവും അവിടെ നിന്ന് ചക്രവർത്തിയുമാക്കിയ ഒരാളെ കുറിച്ച്, ചാണക്യൻ. അപ്പൊ അതിലും ഇതുപോലെ തന്നെ സമ്പന്നനാകാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സാറിന്റെ ആ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇതും ഈ ചാണക്യ തന്ത്രങ്ങളും തമ്മിലൊന്ന് കണക്റ്റഡ് ആണല്ലോ എന്നാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ ഈ ന്യൂജൻ തലമുറയ്ക്കും അതുപോലെ പഴയ തലമുറയ്ക്കും ഇത് മനസ്സിലാകുന്ന രീതിയിൽ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഈ സമ്പന്നനാവാനായിട്ട് പുരാതന കാലത്തും ആധുനിക കാലത്തും സ്റ്റെപ്പെല്ലാം സെയിം തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ച് ടെക്നോളജിയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൂ നമ്മളിപ്പോൾ ഈ ആധുനിക കാലത്ത് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ജയശ്രീ പറഞ്ഞ പോലെ തന്നെ പണ്ട് ഈ ചാണക്യ തന്ത്രങ്ങൾ, ഓരോ രാജാക്കന്മാർക്കും അവരുടെ രാജകീയ സദസ്സിൽ ഉപദേശകന്മാരുണ്ടായിരുന്നു. പറയണത് ഉപദേശം, അതായത് ഈ ഉപദേശങ്ങൾ കേട്ട് ഓരോ സ്റ്റെപ്പ് എടുക്കുന്നവർക്കുള്ളതാണ് വിജയം എന്ന് പറയുന്നത്. ചാണക്യ തന്ത്രത്തിൽ പറയുന്ന ഒരു കാര്യം, ചന്ദ്രഗുപ്ത മൗര്യൻ ഒന്നുമല്ലാത്തൊരു സമയത്ത് ഉപദേശങ്ങളിലൂടെ അദ്ദേഹത്തെ രാജാവാക്കുകയും അതിനുശേഷം പല സ്റ്റെപ്പ് എടുത്ത് ചക്രവർത്തിയാക്കുകയും ചെയ്തൊരു കഥയല്ലാതെ പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഉപദേശങ്ങൾ 7 എണ്ണം കണ്ടുണ്ടായാലും ഓക്കെ, അതിലേക്ക് ഓർമ്മയുള്ള കുറച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാട്ടോ. അതിലാദ്യത്തെ പറയണമെന്ന് വെച്ചാൽ കഠിനാധ്വാനം ചെയ്യണം സമ്പന്നനാവാൻ, പക്ഷേ ആ രീതി വ്യത്യസ്തമാവണം. ക്ലിയർ ആയോ? അതായത് കഠിനാധ്വാനം നമ്മൾ ചെയ്യണം, എങ്കിൽ അത് വ്യത്യസ്തമായ രീതിയിലാവണം. ആളുകളൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നത് ശാരീരികമായിട്ടാണ്, അതെ, പക്ഷെ ആ രീതി വ്യത്യസ്തമാകണമെന്ന് പറഞ്ഞാൽ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോ നമ്മുടെ കഴുത നമുക്കറിയാലോ, കഴുത അധ്വാനിക്കുന്നു, രാവും പകലും ഭാരം ചുമക്കുന്നു. ഇതേപോലെ തന്നെ ചില മനുഷ്യന്മാരുണ്ട് കഴുതയെ പോലെ അധ്വാനിക്കുന്നവരും. ഇങ്ങനെ അധ്വാനിച്ചാൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല, സമ്പന്നാവാൻ പറ്റില്ല.